ആദ്യം അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. നിങ്ങൾ ആര് ചെയ്യുന്നുണ്ട്? നിങ്ങൾ വൃത്തിയുള്ള സ്വഭാവം കൊണ്ട് രാവിലെ തന്നെ എന്റെ തുടക്കം ഉണ്ടാകാൻ വന്നതുണ്ടല്ലോ. ഇവിടെ ദൂരെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അനുമോള് എല്ലാവരും ചെയ്യുന്ന പോലെ അനുമോള് ചെയ്തേ പറ്റൂ. സ്വന്തം തന്ത പറഞ്ഞ അനുസരിക്കാത്ത ആളാ ഞാൻ. അല്ലെങ്കിൽ ഞാനത് അത് ഇതേവരെ പഠിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കും. അതന്നെ ഞാൻ പറഞ്ഞ ആകാശത്തുനിന്ന് വന്ന് ഭൂമിയിൽ ചവിട്ടി നിക്കണമെന്ന്. ഞാനിതാ ഇവിടെ വന്ന് ഭൂമിയിൽ ചവിട്ടി നിക്കാനായിട്ട് ഞാൻ പറയും. അല്ലെങ്കിൽ പോട്ടെ, കൂട്ടുകാരനാണോ, ലവറാണോ? അല്ലല്ല, ചേട്ടനാണോ? കണ്ടസ്റ്റന്റ് മാത്രമാണ് നിങ്ങൾ ഇവിടത്തെ. നിങ്ങൾ പറയുമ്പോൾ അനുസരിക്കാൻ ഞാൻ ആരും അല്ല. മനസ്സിലായ എന്നെ അത്രയ്ക്ക് കുത്തിയിട്ടുണ്ട്. ഇത്രയും സംസാരിച്ചിട്ട് നിങ്ങളുടെ വായിക്ക് തേയ്മാനം സംഭവിക്കുമോ? എന്തിനാണ് വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. കണ്ടസ്റ്റന്റ് ആയിരിക്കുന്നിടത്തോളം തെറ്റ് കണ്ടിട്ട് ഞാൻ ആ സ്പോട്ടിൽ പറഞ്ഞിരിക്കും. തെറ്റെല്ലാം പറഞ്ഞു കൊടുത്തോണ്ടിരിക്കല്ലേ ഇതുവരെ ഇങ്ങനത്തെ മനുഷ്യന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളും ആരും മേലാലി ഭാഗത്ത് കണ്ടുപോരുത്. നല്ല തെരണ്ടി വാലി വെച്ച് പ്ലാച്ച് പ്ലാച്ച് അടിക്കാണ് വേണ്ടത്. നിങ്ങളെ പോലെ തറയല്ലാനു. നിങ്ങളുടെ അമ്മേനെ ഒന്ന് കാണാൻ എന്തായി പഠിപ്പിച്ചെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല, അതോർത്ത് വിഷമിക്കണ്ട. മുഖത്ത് നോക്കി നല്ല 10 തെറി കൂട്ടി സ്വന്തം തന്തയ്ക്ക് വിളിക്കുന്നത് ഈ സലി നല്ല പുഷ്പം പോലെ കേട്ടോണ്ടിട്ടുണ്ട്. ഒരു തവണയല്ല, പലതവണ, ഒരുപാട് തവണ. നിങ്ങളുടെ അമ്മേനെ ഒന്ന് കാണാൻ എന്തായി പഠിപ്പിച്ചെന്ന്. എന്റെ അമ്മേനെ പറയാനുള്ള യോഗ്യതയോ അതോ ഇവിടെയുള്ള ഒരാൾക്കും. ഈ പെണ്ണുമ്പോഴൊക്കെ വീട്ടിലിരുന്നാ പോരെ, മനസ്സ് നിറഞ്ഞു തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം. വരട്ടെ, തൽക്കാലം ഇത്രയും മതി.